നമസ്തേ രാജ്യാന്തരത്തിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഷെയ്ഖ് ഹസീനയെ മടക്കി അയക്കണമെന്ന് ബംഗ്ലാദേശ്. ഭാരതത്തോട് നയതന്ത്ര തലത്തിൽ ആവശ്യമുന്നയിച്ച് ബംഗ്ലാദേശ്. ഹസീന വിചാരണ നേരിടണമെന്നും ബംഗ്ലാദേശ്. പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയെ ചെരുപ്പുമാലയണിയിച്ച് അപമാനിച്ച ബംഗ്ലാദേശ് തീവ്രവാദികൾ. സൈനിക സഹായം നൽകാനുള്ള അമേരിക്കൻ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് തായ്വാൻ വിദേശകാര്യ മന്ത്രാലയം. തീരുമാനത്തിൽ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പുമായി ചൈന. അമേരിക്കയുടെ നടപടി തീകൊണ്ടുള്ള കളിയാണെന്ന് ചൈന. റോസ്ഗാർ മേളയുടെ ഭാഗമായി 71,000 അധികം പേർക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 1.5 വർഷത്തിൽ 10 ലക്ഷം യുവാക്കൾക്ക് സർക്കാർ ജോലി ലഭിച്ചത് റെക്കോർഡെന്നും പ്രധാനമന്ത്രി. പനാമ കനാൽ തിരിച്ചുപിടിക്കുമെന്ന മുന്നറിയിപ്പ് നൽകി ഡൊണാൾഡ് ട്രംപ്. പ്രഖ്യാപനം കനാലിലൂടെ അമേരിക്കൻ കപ്പലുകൾ കടന്നുപോകാൻ കൂടുതൽ തുക ഈടാക്കുമെന്നതിനെ തുടർന്ന്. വയനാട് ദുരന്തത്തിൽ പ്രത്യേക പാക്കേജ് ഉടൻ പ്രഖ്യാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ പ്രഹസനമെന്നും ജോർജ് കുര്യൻ. മുനമ്പം ഭൂമി വഖഫിന്റെ അധീനതയിലാണെന്ന വാദവുമായി INL ദേശീയ അധ്യക്ഷൻ പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ സാഹിബ്. വിശദമായ വാർത്തകളിലേക്ക്. കമ്പനിയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി CMRL രാഷ്ട്രീയക്കാർക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കും പണം നൽകിയെന്ന SFIO. ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവ് അന്തിമമല്ലെന്ന് SFIO ചൂണ്ടിക്കാട്ടി. CMRLന്റെ ഹർജി നിലനിൽക്കില്ലെന്നും SFIO ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചു. അന്വേഷണത്തിന് എതിരായ ഹർജിയിൽ വിധി പറയുന്നത് കോടതി മാറ്റിവെച്ചു. കൂടുതൽ വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, കമ്പനിയുടെ സുഗമമായ പ്രവർത്തനം ലക്ഷ്യം വെച്ചാണ് എക്സാലോജിക് ഉൾപ്പെടെയുള്ളവർക്ക് പണം നൽകിയതെന്നാണ് അന്വേഷണ ഏജൻസിയായ SFIOയുടെ വാദം. എക്സാലോജിക്കിന് പുറമെ ചില രാഷ്ട്രീയ നേതാക്കൾക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കും CMRL പണം നൽകി. ഇടപാടുകളിലെ നികുതി കാര്യങ്ങൾ ആദായ നികുതി ഇൻട്രി സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയെങ്കിലും ക്രമക്കേട് അന്വേഷിക്കാൻ SFIOയ്ക്ക് നിയമപരമായ അധികാരമുണ്ടെന്നും അഭിഭാഷകൻ വായിച്ചു. ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണം പൂർത്തിയായാലും മറ്റൊരു ഏജൻസി അന്വേഷിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് ഇന്നിപ്പോൾ ആദായ നികുതി വകുപ്പിന്റെ അഭിഭാഷകനും വാദിച്ചത്. SFIOയ്ക്ക് നികുതി രേഖകൾ കൈമാറിയത് നിയമപരമായാണെന്നും ആദായ നികുതി വകുപ്പ് അറിയിച്ചു. കക്ഷികളോട് ഒരാഴ്ചക്കകം വാദങ്ങൾ എഴുതി നൽകാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അന്വേഷണത്തിന് SFIO അന്വേഷണത്തിനെതിരായ CMRL ഹർജി അതിൽ വിധി പറയുവാൻ വേണ്ടി ഡൽഹി ഹൈക്കോടതി മാറ്റിവെച്ചിരിക്കുകയാണ്. അത് എന്നാണ് വിധി പറയുക എന്നുള്ളത് കോടതി വ്യക്തമാക്കിയിട്ടില്ല. CMRL പണം നൽകിയവരിൽ ഭീകരപ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നതിലുള്ളതായി സംശയമുണ്ടെന്ന് കഴിഞ്ഞ തവണ ഹർജി പരിഗണിക്കവേ SFIO കോടതിയെ അറിയിച്ചിരുന്നു. എക്സാലോജിക്കിന് CMRL പണം നൽകിയത് പ്രമുഖ രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാനാണോ എന്ന് സംശയമുണ്ടെന്നും SFIO നേരത്തെ ആരോപിച്ചിരുന്നു. ശരി, നന്ദഗോപനാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്. തായ്വാന് സൈനിക സഹായം നൽകാനുള്ള തീരുമാനത്തിൽ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പുമായി ചൈന. അമേരിക്കയുടെ നടപടി തീ കൊണ്ടുള്ള കളിയാണെന്ന് ചൈന പ്രതികരിച്ചു. $571 ദശലക്ഷം ആയുധ ഇടപാടിന് US പ്രസിഡന്റ് ജോ ബൈഡൻ അംഗീകാരം നൽകിയതിന് പിന്നാലെയാണ് ചൈനയുടെ പ്രതികരണം. സൈനിക ഉപകരണങ്ങളും സേവനങ്ങളും സൈനിക പരിശീലനവും നൽകുന്നതായിരുന്നു കരാറ്. തായ്വാന് ആയുധങ്ങൾ നൽകുന്നത് അവസാനിപ്പിക്കണമെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. അതേസമയം അമേരിക്കയുടെ തീരുമാനത്തെ തായ്വാൻ വിദേശകാര്യ മന്ത്രാലയം സ്വാഗതം ചെയ്തു. പ്രശസ്ത ബംഗ്ലാദേശി സ്വാതന്ത്ര്യ സമര സേനാനി അബ്ദുൽ ഹായ് ഖനൂവിനെ ചെരുപ്പുമാല അണിയിച്ച് അപമാനിച്ച് ബംഗ്ലാദേശ് ഭീകരർ. ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ പ്രതിമ തകർത്തതിനു ശേഷമാണ് അബ്ദുൽ ഹായ് ഖനൂവിനെ തട്ടിക്കൊണ്ടുപോയി ചെരുപ്പുമാല അണിയിച്ചത്. സംഭവത്തിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. পুরা গ্রামের মানুষের কাছে মাপ চাইতে নেবেন নি আপনি একজন
ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ മഹാകുംഭമേളയുടെ അന്തിമ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. 45 ദിവസം നീണ്ടുനിൽക്കുന്ന മഹാകുംഭമേളയിൽ 50 കോടിയോളം ഭക്തർ പങ്കെടുക്കുമെന്നാണ് കണക്കുകൂട്ടൽ. പഴുതടച്ചുള്ള സുരക്ഷയാണ് കുംഭമേള നഗരിയിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് ഉത്തർപ്രദേശ് DGP അറിയിച്ചു. ജനുവരി 13 തുടങ്ങി ഫെബ്രുവരി 26 മഹാശിവരാത്രിയോടുകൂടിയാകും മഹാകുംഭമേള സമാപിക്കുക. ഇത്തവണ മഹാകുംഭമേളയിൽ 40 മുതൽ 50 കോടി ഭക്തർ പങ്കെടുക്കുമെന്നാണ് കണക്കുകൂട്ടൽ. 45 ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങിൽ 6 പ്രധാന സ്നാന ദിവസങ്ങളുണ്ട്. ജനുവരി 13, 14, 29 തീയതികൾ കൂടാതെ ഫെബ്രുവരി 3, 12, 26 എന്നീ തീയതികളിലാണ് പ്രധാന സ്നാന ദിവസങ്ങൾ. ഇത്തവണ മികച്ച ക്രമീകരണങ്ങളാണ് കുംഭമേളയ്ക്കായി ഒരുക്കിയിട്ടുള്ളത്. और इस वर्ष ये अनुमान है कि लगभग 40 से 50 करोड़ लोग 45 दिनों की जो मेला अवधि है उस दौरान प्रयागराज तथा अन्य धार्मिक स्थलों का भ्रमण करेंगे. രക്ഷാപ്രവർത്തനങ്ങൾക്ക് മാത്രമായി 200 കോടി രൂപയുടെ ഉപകരണങ്ങളാണ് പ്രത്യേകമായി ഒരുക്കിയിട്ടുള്ളത്. 7 തലങ്ങളിലായാണ് സുരക്ഷ. പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക പരിശീലനം നൽകി വരുന്നു. രാജ്യത്തിന്റെ അതിർത്തികളിലും കുംഭമേളയുടെ ഭാഗമായി പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. हम लोग 7 स्तरीय सुरक्षा व्यवस्था सुनिश्चित कराएंगे. एक तो उद्गम स्थान से भी हम उनकी मॉनिटरिंग करेंगे. इसके लिए सभी संबंधित राज्यों के महानिदेशकों को पत्र भेजा जा चुका है. ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ സംഗമത്തിനാണ് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് വേദിയാകുന്നത്. കേരളത്തിൽ നിന്നുമുള്ള സന്യാസി മഠങ്ങളുടെ പർണശാലകളും ഇത്തവണ കുംഭമേള നഗരിയിൽ ഉണ്ടാകും. ജനം, ഡൽഹി. റോസ്ഗാർ മേളയുടെ ഭാഗമായി 71,000-ത്തിലധികം പേർക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ യുവജനങ്ങളെയും അഭിനന്ദിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ വികസനം യുവാക്കളിലൂടെയാണ്. കഴിഞ്ഞ 1.5 വർഷത്തിൽ 10 ലക്ഷം യുവാക്കൾക്ക് സർക്കാർ ജോലി ലഭിച്ചത് റെക്കോർഡാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മേക്കിംഗ് ഇന്ത്യ, ആത്മനിർഭർ ഭാരത്, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്റ്റാൻഡപ്പ് ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ എല്ലാം തന്നെ യുവാക്കളെ കേന്ദ്രീകരിച്ച് രൂപകൽപ്പന ചെയ്തതാണെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. आज भारत का युवा नए आत्मविश्वास से भरा हुआ है. वो हर सेक्टर में अपना परचम लहरा रहा है. आज हम दुनिया की 5th लार्जेस्ट इकोनॉमी बन गए. भारत दुनिया का तीसरा सबसे बड़ा स्टार्टअप इकोसिस्टम बन गया है. आज जब एक युवा अपना स्टार्टअप शुरू करने का फैसला करता है तो उसे एक पूरा इकोसिस्टम अपने साथ सहयोग के लिए मिलता है. പനാമ കനാൽ തിരിച്ചുപിടിക്കുമെന്ന മുന്നറിയിപ്പ് നൽകി ഡൊണാൾഡ് ട്രംപ്. കനാലിലൂടെ അമേരിക്കൻ കപ്പലുകൾ കടന്നുപോകാൻ കൂടുതൽ തുക ഈടാക്കുന്നതാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. അരിസോണയിലെ പൊതുപരിപാടിയിലാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. തെറ്റായ കൈകളിൽ പനാമ കനാൽ എത്തിപ്പെടാതിരിക്കാനാണ് നടപടി സ്വീകരിക്കേണ്ട സാഹചര്യമെന്നാണ് ട്രംപ് വിലയിരുത്തുന്നത്. അമേരിക്കയുടെ ഉൾപ്പെടെ വൻ വാണിജ്യ കപ്പലുകൾ കടന്നുപോകാൻ വലിയ തുക ഈടാക്കുന്നത് തർക്കത്തിനിടയാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് കനാൽ തിരിച്ചെടുക്കുന്ന കാര്യം ആലോചിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കിയത്. അരിസോണയിലെ ഒരു പൊതുചടങ്ങിലാണ് ട്രംപിന്റെ നിലപാട്. പനാമ കനാൽ നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട നിരവധി അമേരിക്കൻ തൊഴിലാളികളാണ് മരണപ്പെട്ടത്. കൊതുക് കടിയേറ്റ് മാരകരോഗം ബാധിച്ചായിരുന്നു ഇവരുടെ കൂട്ടമരണം. അതുകൊണ്ട് തന്നെ പനാമ കനാലിന്റെ അവകാശവാദം ചൈന നിയന്ത്രിക്കുന്ന കൈകളിലാകാൻ അനുവദിക്കില്ല. മുൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടർ കനാലിന്റെ അധികാരം കൈമാറിയത് മണ്ടത്തരമെന്നും ട്രംപ് പറഞ്ഞു. എന്നാൽ നയതന്ത്ര തലത്തിൽ പനാമ ഇതുവരെ ട്രംപിന്റെ നിലപാടുകളോട് പ്രതികരിച്ചിട്ടില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ടീമിലേക്ക് ഒരു ഭാരതീയ വംശജൻ കൂടി. തമിഴ് വംശജനായ ശ്രീറാം കൃഷ്ണനെ AI പോളിസി ഉപദേഷ്ടാവായി ട്രംപ് നിയമിച്ചു. മൈക്രോസോഫ്റ്റ് വിൻഡോസ് അസൂർ ടീമിന്റെ സ്ഥാപക അംഗമാണ് ശ്രീറാം. ചെന്നൈയിൽ ജനിച്ച ശ്രീറാം 21-ാം വയസ്സിലേക്കാണ് US-ൽ കുടിയേറുന്നത്. ട്വിറ്റർ, യാഹൂ, ഫേസ്ബുക്ക്, സ്നാപ്ചാറ്റ് എന്നീ സ്ഥാപനങ്ങളിലും ശ്രീറാം കൃഷ്ണൻ പ്രവർത്തിച്ചിട്ടുണ്ട്. തമിഴ്നാട് തിരുനെൽവേലിയിൽ സംസ്ഥാന ആശുപത്രി മാലിന്യം തള്ളിയ സംഭവത്തിൽ ഹൈക്കോടതി നടപടി. തദ്ദേശ വകുപ്പ് സെക്രട്ടറി റിപ്പോർട്ട് സമർപ്പിക്കണം. പ്രത്യേക സിറ്റിംഗ് നടത്തിയാണ് ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടായത്. എറണാകുളം പൊന്നുരുന്നി അംഗൻവാടിയിൽ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റ സംഭവത്തിൽ കൊച്ചി കോർപ്പറേഷൻ സെക്രട്ടറിയും റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകി.
തമിഴ്നാട് തിരുനെൽവേലിയിൽ സംസ്ഥാനം ആശുപത്രി മാലിന്യം തള്ളിയ സംഭവത്തിൽ തദ്ദേശ വകുപ്പ് സെക്രട്ടറി ജനുവരി 10-നകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ജസ്റ്റിസുമാരായ ബെച്ചു കുര്യൻ തോമസ്, പി ഗോപിനാഥ് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നടപടി. പ്രത്യേക സിറ്റിംഗ് നടത്തിയായിരുന്നു വിഷയം ഹൈക്കോടതി പരിഗണിച്ചത്. RCC, ഉള്ളൂരിലെ മറ്റൊരു ആശുപത്രി എന്നിവിടങ്ങളിൽ നിന്നുമുള്ള മാലിന്യമായിരുന്നു തിരുനെൽവേലിയിലെ വിവിധയിടങ്ങളിൽ തള്ളിയത്. ഈ മാലിന്യം കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി നീക്കം ചെയ്തിരുന്നു. മാലിന്യം തള്ളിയ സംഭവത്തിൽ സ്വീകരിച്ച നടപടികളടക്കമാണ് തദ്ദേശ വകുപ്പ് സെക്രട്ടറി റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. അതിനിടെ എറണാകുളം പൊന്നുരുന്നിയിലെ അംഗൻവാടിയിലെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റ സംഭവത്തിൽ കൊച്ചി കോർപ്പറേഷനോടും ഹൈക്കോടതി റിപ്പോർട്ട് തേടി. അമിക്കസ് ക്യൂറി സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി ഹൈക്കോടതിയെ അറിയിക്കണം. സ്വമേധയാ ഹർജി ഫയലിൽ സ്വീകരിച്ചാണ് ഈ വിഷയത്തിലും ഹൈക്കോടതിയുടെ നടപടി. 2 ദിവസം മുൻപാണ് പൊന്നുരുന്നിയിലെ അംഗൻവാടിയിൽ 12 കുഞ്ഞുങ്ങൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റത്. കുടിവെള്ളത്തിൽ നിന്നാണ് രോഗവ്യാപനമെന്ന് നാട്ടുകാർ ആരോപിച്ചിരുന്നു. ജനം, കൊച്ചി. ജർമ്മനിയിൽ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് കാർ ഓടിച്ചു കയറ്റി അപകടമുണ്ടാക്കിയ സംഭവത്തിൽ തലബ് അൽ അബ്ദുൽ മോഹ്സിന് തീവ്രവാദ മനോഭാവമെന്ന് സൗദി. ഇക്കാര്യങ്ങൾ പലതവണ സൂചനയായി ജർമ്മൻ ഗവൺമെന്റിനെ അറിയിച്ചിരുന്നതായി സൗദി അറിയിച്ചു. ജർമ്മനിയിലെ രഹസ്യാന്വേഷണ ഏജൻസികൾക്കും വിദേശകാര്യ മന്ത്രാലയത്തിനും മുന്നറിയിപ്പും നൽകി. 2006 മുതൽ ജർമ്മനിയിൽ കഴിയുന്നയാളാണ് തലബ് അൽ അബ്ദുൽ മോഹ്സിൻ. തുടർച്ചയായി സൗദി വിരുദ്ധ നിലപാടുകൾ പ്രചരിപ്പിക്കുകയും സൗദി അറേബ്യയിൽ നിന്ന് കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. 2016-ലാണ് ജർമ്മനി ഇയാൾക്ക് രാഷ്ട്രീയ അഭയം നൽകിയത്. 2006 മുതൽ അവിടെ കഴിയുകയാണ് മനോരോഗ ചികിത്സാ വിദഗ്ധനായ തലബ് അൽ അബ്ദുൽ മോഹ്സിൻ. തീവ്ര നിലപാടുകളുടെ പ്രചരണത്തിനായി സമൂഹ മാധ്യമ കൂട്ടായ്മകളും ഇയാൾ നിലനിർത്തിയിരുന്നു. അതിക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യേക കേസൊന്നും ഇയാൾക്കെതിരെ ഇല്ല. എങ്കിലും തീവ്ര നിലപാടുകൾ സംബന്ധിച്ച് ജർമ്മനിയിലെ ഇന്റലിജൻസ് വിഭാഗത്തെ 3 തവണയും വിദേശകാര്യ മന്ത്രാലയത്തെ 1 തവണയും സൗദി കാര്യങ്ങൾ ബോധിപ്പിച്ചു. മുന്നറിയിപ്പുകളെ ജർമ്മനി അവഗണിച്ചതാണ് അപകടത്തിലേക്ക് നയിച്ചതെന്ന് സൗദി പറയുന്നു. 2 ദിവസം മുൻപാണ് ഇയാൾ മഗ്ഡെബർഗിൽ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് കാർ ഓടിച്ചു കയറ്റിയത്. 200ഓളം പേർക്ക് പരിക്കേൽക്കുകയും 5 പേർ മരിക്കുകയും ചെയ്തു. പരിക്കേറ്റവരിൽ 7 ഭാരതീയരും ഉൾപ്പെടുന്നു. പോലീസ് പിടികൂടിയ അൽ അബ്ദുൽ മോഹ്സിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ഉത്തർപ്രദേശിലെ പിലിഭത്തിൽ 3 ഖലിസ്ഥാൻ ഭീകരരെ വധിച്ചു. പഞ്ചാബിലെ ഗുർദാസ്പൂരിൽ പോലീസ് ചെക്ക് പോസ്റ്റിന് നേരെ ബോംബെറിഞ്ഞ ഭീകരരെയാണ് വധിച്ചത്. UP, പഞ്ചാബ് പോലീസ് സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് ഭീകരർ കൊല്ലപ്പെട്ടത്. സിഖ് ഭീകരരായ ഗുർവിന്ദർ സിംഗ്, വീരേന്ദ്ര സിംഗ്, ജസ്പ്രീത് സിംഗ് എന്നിവരെയാണ് വധിച്ചത്. നിരോധിത ഭീകര സംഘടനയായ ഖാലിസ്ഥാൻ കമാൻഡോ ഫോഴ്സിന്റെ അംഗങ്ങളാണിവർ. പഞ്ചാബിലെ ഗുരുദാസ്പൂരിൽ കഴിഞ്ഞ ദിവസം പോലീസ് ചെക്ക് പോസ്റ്റിന് നേരെ ഇവർ ഗ്രനേഡ് എറിഞ്ഞിരുന്നു. കൊല്ലപ്പെട്ട ഭീകരിൽ നിന്നും 2 AK-47 തോക്കും 2 പിസ്റ്റലുകളും കണ്ടെത്തിയതായി UP പോലീസ് അറിയിച്ചു. जिसमें 3 लोग हैं, ये इनके इलाज के लिए भेजा गया, उपचार के लिए भेजा गया, उसमें इनकी अंत में जाके यहाँ पे डेथ हुई है. इनके लिए जो इन्होंने ओरिजिनली अटैक किया था ग्रेनेड से और बम से जो हमला किया था बख्शीवाल चौकी पे, उसके लिए थाना कलानौर में जो FIR पंजीकृत है उसका डिटेल मुकदमा अपराध संख्या 124/24, धारा 109/324 ब्रैकेट में 4 BNS, धारा 4/5 विस्फोटक अधिनियम और धारा 13, 16, 17, 18B, 20, 35, 40 അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് UAPA. ഭീകരരെ പറ്റിയുള്ള വിവരം പഞ്ചാബ് പോലീസാണ് പീലിഭത്ത് പോലീസിനെ അറിയിച്ചത്. തുടർന്ന് നടത്തിയ സംയുക്ത ഓപ്പറേഷനിലാണ് ഭീകരരെ വധിച്ചത്. കൊല്ലപ്പെട്ട ഖാലിസ്ഥാൻ ഭീകരർക്ക് വിദേശ ബന്ധമുള്ളതായും UP പോലീസ് മാധ്യമങ്ങളെ അറിയിച്ചു. ജനം, ഡൽഹി. തെക്കൻ ബ്രസീലിലെ വിനോദസഞ്ചാര നഗരമായ ഗ്രാമഡോയിൽ ചെറുവിമാനം തകർന്നു വീണ 10 പേർ മരിച്ചു. വിമാനം നിരവധി കെട്ടിടങ്ങളുമായി കൂട്ടിയിടിക്കുകയും ചെയ്തിരുന്നു. അപകടത്തിൽ 17 പേർക്ക് പരിക്കേറ്റു. അപകടത്തെ തുടർന്നുണ്ടായ തീപിടുത്തത്തിൽ പുക ശ്വസിച്ചും ആളുകൾക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി. ഗുരുതരമായി പൊള്ളലേറ്റ 2 പേരുടെ നില ഗുരുതരമാണ്. പ്രാദേശിക വിമാനത്താവളത്തിൽ നിന്ന് വിമാനം പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെയാണ് അപകടമുണ്ടായത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ എക്സാലോജി കമ്പനിയിലേക്ക് CMRL പണം നൽകിയത് അഴിമതിയെന്ന് ആവർത്തിച്ച് SFIO. കമ്പനിയുടെ സുഗമമായ നടത്തിപ്പിനാണ് പണം നൽകിയതെന്നും SFIO ഡൽഹി ഹൈക്കോടതിയിൽ അറിയിച്ചു. SFIO അന്വേഷണം നിയമപരമാണെന്ന് ആദായനികുതി വകുപ്പും അറിയിച്ചു. CMRL ഹർജി കോടതി വിധി പറയാനായി മാറ്റി.
കമ്പനിയുടെ സുഗമമായ പ്രവർത്തനം ലക്ഷ്യം വെച്ചാണ് എക്സാലോജിക്കിന് ഉൾപ്പെടെ പണം നൽകിയതെന്നാണ് അന്വേഷണ ഏജൻസിയായ SFIOയുടെ വാദം. എക്സാലോജിക്കിന് പുറമെ ചില രാഷ്ട്രീയ നേതാക്കൾക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കും CMRL പണം നൽകി. ഇടപാടുകളിലെ നികുതി കാര്യങ്ങൾ ആദായ നികുതി ഇന്ററി സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയാലും ക്രമക്കേട് അന്വേഷിക്കാൻ SFIOയ്ക്ക് നിയമപരമായ അധികാരമുണ്ടെന്നും അഭിഭാഷകൻ വാദിച്ചു. ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണം പൂർത്തിയായാലും മറ്റൊരു ഏജൻസി അന്വേഷിക്കുന്ന തെറ്റില്ലെന്ന് ആദായ നികുതി വകുപ്പിന്റെ അഭിഭാഷകനും വാദിച്ചു. SFIOയ്ക്ക് നികുതി രേഖകൾ കൈമാറിയത് നിയമപരമായെന്നും ആദായ നികുതി വകുപ്പ് അറിയിച്ചു. കക്ഷികളോട് ഒരാഴ്ചയ്ക്കകം വാദങ്ങൾ എഴുതി നൽകാൻ നിർദ്ദേശിച്ചാണ് SFIO അന്വേഷണത്തിനെതിരായ CMRL ഹർജി ഡൽഹി ഹൈക്കോടതി വിധി പറയാൻ മാറ്റിയത്. CMRL പണം നൽകിയവരിൽ ഭീകരപ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവരുള്ളതായി സംശയമുണ്ടെന്ന് കഴിഞ്ഞ തവണ ഹർജി പരിഗണിക്കവേ SFIO കോടതിയെ അറിയിച്ചിരുന്നു. എക്സാലോജിക്കിന് CMRL പണം നൽകിയത് പ്രമുഖ രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാനാണോ എന്ന സംശയമുണ്ടെന്നും SFIO നേരത്തെ ആരോപിച്ചിരുന്നു. ജനം, ഡൽഹി. ഷെയ്ഖ് ഹസീനയെ മടക്കി അയക്കണമെന്ന് ഭാരതത്തോട് ഔദ്യോഗികമായി ആവശ്യപ്പെട്ട് ബംഗ്ലാദേശ്. ഹസീന വിചാരണ നേരിടണമെന്നാണ് ബംഗ്ലാദേശിന്റെ ആവശ്യം. കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ ഭാരതത്തിൽ കഴിയുകയാണ് ഷെയ്ഖ് ഹസീന. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ ധാക്കയിലേക്ക് തിരിച്ചയക്കണമെന്ന് ബംഗ്ലാദേശ് ഭാരതത്തോട് ആവശ്യപ്പെട്ടു. ധാക്ക ഇന്റർനാഷണൽ ക്രൈം ട്രൈബ്യൂണൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ഷെയ്ഖ് ഹസീനയ്ക്കും മുൻ മന്ത്രിമാർക്കുമെതിരെ വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതുപ്രകാരം വിചാരണ നേരിടുന്നതിനായി ഷെയ്ഖ് ഹസീനയെ വിട്ടുനിൽക്കണമെന്ന് നയതന്ത്രക്കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടതായി ബംഗ്ലാദേശ് വിദേശകാര്യ ഉപദേഷ്ടാവ് തൗഹീദ് ഹുസൈൻ അറിയിച്ചു. ഇക്കാര്യമുന്നയിച്ച് വിദേശകാര്യ മന്ത്രാലയത്തിന് കത്തയച്ചിട്ടുണ്ടെന്നും ഇരു രാജ്യങ്ങളും തമ്മിൽ കുറ്റവാളികളെ കൈമാറുന്ന കരാർ പ്രകാരം നടപടിയുണ്ടാകണമെന്നും ഇടക്കാല സർക്കാരിന്റെ ആഭ്യന്തര ഉപദേഷ്ടാവ് റിട്ടയർഡ് ലഫ്റ്റനന്റ് ജനറൽ ജഹാംഗീർ ആലം വ്യക്തമാക്കി. തൊഴിൽ സംവരണത്തിനെതിരെയുള്ള പ്രതിഷേധം ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള തീവ്ര ഇസ്ലാമിക സംഘടനകൾ ഏറ്റെടുത്ത് വൻ കലാപമായി മാറിയതോടെയാണ് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി സ്ഥാനം ഉപേക്ഷിച്ച് ഓഗസ്റ്റ് 5 ഭാരതത്തിൽ അഭയം തേടിയത്. ഷെയ്ഖ് ഹസീനയുടെ വസതി കലാപകാരികൾ കൈയേറിയിരുന്നു. ജനം, ഡൽഹി. ഡൽഹിയിലെ CBCI ആസ്ഥാനത്ത് നടക്കുന്ന ക്രിസ്മസ് ആഘോഷ പരിപാടികളിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുന്നു. തത്സമയത്തിലേക്ക്. ये दिन हम सब के लिए यादगार रहने वाला है. ये अवसर इसलिए भी खास है क्योंकि इसी वर्ष CBCI की स्थापना के 80 वर्ष पूरे हो रहे हैं. मैं इस अवसर पर CBCI और उससे जुड़े सभी लोगों को बहुत बहुत बधाई देता हूं. साथियों, पिछली बार आप सभी के साथ मुझे प्रधानमंत्री निवास पर क्रिसमस मनाने का अवसर मिला था. अब आज हम सभी CBCI के परिसर में इकट्ठा हुए हैं. मैं पहले भी ईस्टर के दौरान यहाँ सेक्रेड हार्ट कैथेड्रल चर्च आ चुका हूं. ये मेरा सौभाग्य है कि मुझे आप सबसे इतना अपनापन मिला है. इतना ही स्नेह मुझे हिज होलीनेस पोप फ्रांसिस से भी मिलता है. इसी साल इटली में G7 समिट के दौरान मुझे हिज होलीनेस पोप फ्रांसिस से मिलने का अवसर मिला था. पिछले 3 वर्ष में यह हमारी दूसरी मुलाकात थी. मैंने उन्हें भारत आने का निमंत्रण भी दिया है. इसी तरह सितंबर में न्यूयॉर्क दौरे पर कार्डिनल पीट्रो पैरोलिन से भी मेरी मुलाकात हुई थी. ये आध्यात्मिक मुलाकात, ये स्पिरिचुअल टॉक्स, इनसे जो ऊर्जा मिलती है वो सेवा के हमारे संकल्प को और मजबूत बनाती है. साथियों, अभी मुझे हिज एमिनेंस कार्डिनल जॉर्ज कुवाकार्ड से मिलने का और उन्हें सम्मानित करने का अवसर मिला है. कुछ ही हफ्ते पहले हिज एमिनेंस कार्डिनल जॉर्ज कुवाकार्ड को हिज होलीनेस पोप फ्रांसिस के कार्डिनल की उपाधि से सम्मानित किया है. इस आयोजन में
भारत सरकार ने केंद्रीय मंत्री जॉर्ज कुरियन के नेतृत्व में आधिकारिक रूप से एक हाई लेवल डेलीगेशन भी वहां भेजा था। जब भारत का कोई बेटा सफलता की इस ऊंचाई पर पहुंचता है तो पूरे देश को गर्व होना स्वाभाविक है। मैं कार्डिनल जॉर्ज कुवाकार्ड को फिर एक बार बधाई देता हूं, शुभकामनाएं देता हूं। साथियों, आज आपके बीच आया हूं तो कितना कुछ याद आ रहा है। मेरे लिए वो बहुत संतोष के क्षण थे जब हम एक दशक पहले फादर एलेक्स प्रेम कुमार को युद्धग्रस्त अफगानिस्तान से सुरक्षित बचाकर वापस लाए थे। वो 8 महीने तक वहां बड़ी विपत्ति में फंसे हुए थे, बंधक बने हुए थे। हमारी सरकार ने उन्हें वहां से निकालने के लिए हर संभव प्रयास किया। अफगानिस्तान के उन हालातों में ये कितना मुश्किल रहा होगा आप अंदाजा लगा सकते हैं, लेकिन हमें इसमें सफलता मिली। उस समय मैंने उनसे और उनके परिवार के सदस्यों से बात भी की थी। उनकी बातचीत को, उनकी उस खुशी को मैं कभी भूल नहीं सकता। इसी तरह हमारे फादर टॉम यमन में बंधक बना दिए गए थे। हमारी सरकार ने वहां भी पूरी ताकत लगाई और हम उन्हें वापस घर लेकर आए। मैंने उन्हें भी अपने घर पर आमंत्रित किया था। जब गल्फ देशों में हमारी नर्स बहनें संकट से घिर गई थी तो भी पूरा देश उनकी चिंता कर रहा था। उन्हें भी घर वापस लाने का हमारा अथक प्रयास रंग लाया। हमारे लिए ये प्रयास केवल डिप्लोमेटिक मिशंस नहीं थे, ये हमारे लिए एक इमोशनल कमिटमेंट था। ये अपने परिवार के किसी सदस्य को बचाकर लाने का मिशन था। भारत के संतान दुनिया में कहीं भी हो, किसी भी विपत्ति में हो, आज का भारत उन्हें हर संकट से बचाकर लाता है, इसे अपना कर्तव्य समझता है। साथियों, भारत अपनी विदेश नीति में भी नेशनल इंटरेस्ट के साथ साथ ह्यूमन इंटरेस्ट को प्राथमिकता देता है। कोरोना के समय पूरी दुनिया ने इसे देखा भी और महसूस भी किया। कोरोना जैसी इतनी बड़ी पैंडेमिक आई, दुनिया के कई देश जो ह्यूमन राइट्स और मानवता की बड़ी बड़ी बातें करते हैं, जो इन बातों को डिप्लोमेटिक वेपन के रूप में इस्तेमाल करते हैं, जरूरत पड़ने पर वो गरीब और छोटे देशों की मदद से पीछे हट गए। उस समय उन्होंने केवल अपने हितों की चिंता की, लेकिन भारत ने परमार्थ भाव से अपने सामर्थ्य से भी आगे जाकर कितने ही देशों की मदद की। हमने दुनिया के 150 से ज्यादा देशों में दवाइयां पहुंचाई, कई देशों को वैक्सीन भेजी। इसका पूरी दुनिया पर एक बहुत सकारात्मक असर भी पड़ा। अभी हाल ही में मैं गयाना दौरे पर गया था, कल मैं कुवैत में था। वहां ज्यादातर लोग भारत की बहुत प्रशंसा कर रहे थे। भारत ने वैक्सीन देकर उनकी मदद की थी और वो इसका बहुत आभार जता रहे थे। भारत के लिए ऐसी भावना रखने वाला गयाना अकेला देश नहीं है। कई आइलैंड नेशंस, पैसिफिक नेशंस, कैरेबियन नेशंस भारत की प्रशंसा करते हैं। भारत की ये भावना, मानवता के लिए हमारा ये समर्पण, ये ह्यूमन सेंट्रिक अप्रोच ही
21वीं सदी की दुनिया को नई ऊंचाई पर ले जाएगा। फ्रेंड्स, द टीचिंग्स ऑफ लॉर्ड क्राइस्ट celebrate love, harmony, and brotherhood. It is important that we all work to make this spirit stronger. But it pains my heart when there are attempts to spread violence and cause disruption in society. Just a few days ago, we saw what happened at a Christmas market in Germany. During Easter in 2019, churches in Sri Lanka were attacked. I went to Colombo to pay homage to those who lost in the bombings. It is important to come together and fight such challenges. Friends, the Christmas is even more special as you begin the Jubilee year, which you all know holds special significance. I wish all of you the very best for the various initiatives for the Jubilee year. This time, for the Jubilee year, you have picked a theme which revolves around hope. The Holy Bible sees hope as a source of strength and peace. It says, there is surely a future hope for you, and your hope will not be cut off. We are also guided by hope and positivity. Hope for humanity, hope for a better world, and a hope for peace, progress and prosperity. साथियों, बीते 10 साल में हमारे देश में 25 करोड़ लोगों ने गरीबी को परास्त किया है। ये इसलिए हुआ क्योंकि गरीबों में एक उम्मीद जगी कि हाँ, गरीबी से जंग जीती जा सकती है। बीते 10 साल में भारत 10वें नंबर की इकोनॉमी से 5वें नंबर की इकोनॉमी बन गया। ये इसलिए हुआ क्योंकि हमने खुद पर भरोसा किया, हमने उम्मीद नहीं हारी और इस लक्ष्य को प्राप्त करके दिखाया। भारत की 10 साल की विकास यात्रा ने हमें आने वाले साल और हमारे भविष्य के लिए नई होप दी है, ढेर सारी नई उम्मीदें दी है। 10 साल में हमारे यूथ को वो अपॉर्चुनिटीज मिली हैं जिनके कारण उनके लिए सफलता का नया रास्ता खुला है। स्टार्टअप से लेकर साइंस तक, स्पोर्ट्स से एंटरप्रेन्योरशिप तक, आत्मविश्वास से भरे हमारे नौजवान देश को प्रगति के नए रास्ते पर ले जा रहे हैं। हमारे नौजवानों ने हमें एक कॉन्फिडेंस दिया है, ये होप दी है कि विकसित भारत का सपना पूरा होकर रहेगा। बीते 10 सालों में देश की महिलाओं ने एम्पावरमेंट की नई गाथाएं लिखी है। एंटरप्रेन्योरशिप के से ड्रोन तक, एरोप्लेन उड़ाने से लेकर आर्म फोर्सेज की जिम्मेदारियां तक, ऐसा कोई क्षेत्र नहीं जहां महिलाओं ने अपना परचम न लहराया हो। दुनिया का कोई भी देश महिलाओं की तरक्की के बिना आगे नहीं बढ़ सकता। और इसलिए आज जब हमारी श्रम शक्ति में, लेबर फोर्स में, वर्किंग प्रोफेशनल्स में विमेन पार्टिसिपेशन बढ़ रहा है, तो इससे भी हमें हमारे भविष्य को लेकर बहुत उम्मीदें मिलती हैं, नई होप जगती है। बीते 10 सालों में देश बहुत सारे अनएक्सप्लोर्ड या अंडर एक्सप्लोर्ड सेक्टर में आगे बढ़ा है। मोबाइल मैन्युफैक्चरिंग हो या सेमीकंडक्टर मैन्युफैक्चरिंग हो, भारत तेजी से पूरे मैन्युफैक्चरिंग लैंडस्केप में अपनी जगह बना रहा है। चाहे टेक्नोलॉजी हो या फिनटेक हो, भारत न सिर्फ
इनसे गरीब को नई शक्ति दे रहा है, बल्कि खुद को दुनिया के टेक हब के रूप में स्थापित भी कर रहा है। हमारा इंफ्रास्ट्रक्चर बिल्डिंग पेस भी अभूतपूर्व है। हम न सिर्फ हजारों किलोमीटर एक्सप्रेसवे बना रहे हैं, बल्कि अपने गांवों को भी ग्रामीण सड़कों से जोड़ रहे हैं। अच्छे ट्रांसपोर्टेशन के लिए सैकड़ों किलोमीटर के मेट्रो रूट्स बन रहे हैं। भारत की ये सारी उपलब्धियां हमें ये होप और ऑप्टिमिज्म देती है कि भारत अपने लक्ष्यों को बहुत तेजी से पूरा कर सकता है। और सिर्फ हम ही अपनी उपलब्धियों में इस आशा और विश्वास को नहीं देख रहे हैं, पूरा विश्व भी भारत को इसी होप और ऑप्टिमिज्म के साथ देख रहा। साथियों, बाइबल कहती है कैरी ईच अदर्स बर्डन्स, यानी हम एक दूसरे की चिंता करें, एक दूसरे के कल्याण की भावना रखें। इसी सोच के साथ हमारे संस्थान और संगठन समाज सेवा में एक बहुत बड़ी भूमिका निभाते हैं। शिक्षा के क्षेत्र में नए स्कूलों की स्थापना हो, हर वर्ग हर समाज को शिक्षा के जरिए आगे बढ़ाने के प्रयास हो, स्वास्थ्य के क्षेत्र में सामान्य मानवीय की सेवा के संकल्प हो, हम सब इन्हीं अपनी जिम्मेदारी मानते हैं। साथियों, जीसस क्राइस्ट ने दुनिया को करुणा और निस्वार्थ सेवा का रास्ता दिखाया है। हम क्रिसमस को सेलिब्रेट करते हैं और जीसस को याद करते हैं, ताकि हम इन मूल्यों को अपने जीवन में उतार सकें, अपने कर्तव्यों को हमेशा प्राथमिकता दें। मैं मानता हूं ये हमारी व्यक्तिगत जिम्मेदारी भी है, सामाजिक दायित्व भी है और एज अ नेशन भी हमारी ड्यूटी है। आज देश इसी भावना को सबका साथ, सबका विकास और सबका प्रयास के संकल्प के रूप में आगे बढ़ा रहा है। ऐसे कितने ही विषय थे जिनके बारे में पहले कभी नहीं सोचा गया, लेकिन वो मानवीय दृष्टिकोण से सबसे ज्यादा जरूरी था। हमने उन्हें हमारी प्राथमिकता बनाया। हमने सरकार को नियम और औपचारिकताओं से बाहर निकाला। हमने संवेदनशीलता को एक पैरामीटर के रूप में सेट किया। हर गरीब को पक्का घर मिले, हर गांव में बिजली पहुंचे, लोगों के जीवन से अंधेरा दूर हो, लोगों को पीने के लिए साफ पानी मिले, पैसे के अभाव में कोई इलाज से वंचित न रहे। हमने एक ऐसी संवेदनशील व्यवस्था बनाई जो इस तरह की सर्विस की, इस तरह की गवर्नेंस की गारंटी दे सके। आप कल्पना कर सकते हैं, जब एक गरीब परिवार को ये गारंटी मिलती है तो उसके ऊपर से कितनी बड़ी चिंता का बोझ उतरता है। पीएम आवास योजना का घर जब परिवार की महिला के नाम पर बनाया जाता है तो उससे महिलाओं को कितनी ताकत मिलती है। हमने तो महिलाओं के सशक्तिकरण के लिए नारी शक्ति वंदन अधिनियम लाकर संसद में भी उनकी ज्यादा भागीदारी सुनिश्चित की है। इसी तरह आपने देखा होगा, पहले हमारे यहाँ दिव्यांग समाज को कैसी कठिनाइयों का सामना करना पड़ता था। उन्हें ऐसे नाम से बुलाया जाता था जो हर तरह से मानवीय गरिमा के खिलाफ था। ये एक समाज के रूप में हमारे लिए अफसोस की बात थी। हमारी सरकार ने उस गलती को सुधारा। हमने उन्हें दिव्यांग ये पहचान देकर के सम्मान का भाव प्रकट किया। आज देश पब्लिक इंफ्रास्ट्रक्चर से लेकर रोजगार तक हर क्षेत्र में दिव्यांगों को प्राथमिकता दे रहा है। साथियों, सरकार में संवेदनशीलता देश के आर्थिक विकास के लिए भी उतनी ही जरूरी होती है। जैसे कि हमारे देश में करीब 3 करोड़ फिशरमैन हैं और फिश फार्मर्स हैं, लेकिन इन करोड़ों लोगों के बारे में पहले कभी उस तरह से नहीं सोचा गया। हमने फिशरीज के लिए अलग मिनिस्ट्री बनाई, मछली पालकों को किसान क्रेडिट कार्ड जैसी सुविधाएं देना शुरू किया। हमने मत्स्य संपदा योजना शुरू की। समंदर में मछली पालकों की सुरक्षा के लिए कई आधुनिक प्रयास किए गए। इन प्रयासों से करोड़ों लोगों का जीवन भी बदला और देश की अर्थव्यवस्था को भी बल मिला। फ्रेंड्स, फ्रॉम द रैम्पार्ट्स ऑफ द रेड फोर्ट, I had spoken of सबका प्रयास,
It means collective effort. Each one of us has an important role to play in the nation's future. When people come together, we can do wonders. Today, socially conscious Indians are powering many mass movements. Swachh Bharat helped build a cleaner India. It also impacted health outcomes of women and children. Millets or Sriyand grown by our farmers are being welcomed across our country and the world. People are becoming vocal for local, encouraging artisans and industries. Ek Ped Maa Ke Naam, meaning a tree for mother, has also become popular among the people. This celebrates Mother Nature as well as our mother. Many people from the Christian community are also active in these initiatives. I congratulate our youth, including those from the Christian community, for taking the lead in such initiatives. Such collective efforts are important to fulfill the goal of building a developed India. साथियों, मुझे विश्वास है हम सबके सामूहिक प्रयास हमारे देश को आगे बढ़ाएंगे। विकसित भारत हम सभी का लक्ष्य है और हमें इसे मिलकर पाना है। ये आने वाली पीढ़ियों के प्रति हमारा दायित्व है कि हम उन्हें एक उज्जवल भारत देकर जाएं। मैं एक बार फिर आप सभी को क्रिसमस और जुबिली ईयर की बहुत बहुत बधाई देता हूं, शुभकामनाएं देता हूं। बहुत बहुत धन्यवाद।